നമസ്കാരം. ഇന്നത്തെ റോക്കി സിജോ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ആന പോലെയുള്ള ഒരുത്തനെ ആട് പോലുള്ള ഒരുത്തൻ കരണം പൊത്തി കൊടുക്കുന്നു. ഇത് കണ്ടപ്പോണ് എനിക്ക് ചിരി വന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ബിഗ് ബോസ് ഗെയിം എന്ന് വെച്ചാൽ ഒരാൾ പ്രൊവോക്ക് ചെയ്യുമ്പോൾ അതിന് അവർക്ക് കറക്റ്റായ മറുപടി കൊടുക്കുകയും വേണം. അധികം ട്രിഗേർഡ് ആവാതെ ഒഴിഞ്ഞു മാറുകയും വേണം. അതാണ് ബ്രില്യൻസ്. പക്ഷേ റോക്കിയുടെ കേസാണെങ്കിൽ വളരെ പരിതാപകരമായി തോന്നുന്നു. സിജോ പ്രൊവോക്ക് ചെയ്യുന്നതോ ഇല്ലയോ, അവൻ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഗെയിം. ഒരിക്കലും റോക്കി പ്രൊവോക്ഡ് ആവരുതായിരുന്നു. ഇപ്പൊ നഷ്ടം പറ്റിയപ്പോൾ ആർക്ക് പറ്റി? ചിലവർ പറയുന്നു സിജോ റോക്കിയുടെ താടിക്ക് പിടിച്ചതാണ് എല്ലാത്തിനും കാരണമെന്ന്. സിജോ താടിയിൽ തൊട്ടപ്പോൾ തിരിച്ച് സിജോയുടെ താടിയിലും ശക്തമായി പിടിച്ചു വലിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം. തൊട്ടാൽ തിരിച്ചു തൊടാം. അല്ലാതെ മുഖത്തിട്ടിടിക്കുന്നത് അതൊരു നല്ല കാര്യമല്ല. റോക്കിയുടെ ഈ സ്വഭാവം ആർക്കും ഇഷ്ടമില്ല. മുഖത്തോട്ട് കേറി വന്ന് തുപ്പൽ തെറിപ്പിച്ച് സംസാരിക്കാം. ആളുകൾ അവനെ പേടിച്ച് പിന്നാലെ പോണം എന്നാണ് അവന്റെ ഒരു ബിഹേവിയർ. ഞാൻ സിജോയെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ സിജോയുടെ ഫാനുമല്ല. എന്നാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, തൊട്ടാ കൈ തട്ടി മാറ്റണം. അല്ലാതെ മുഖത്തിട്ടിടിക്കുകയാണോ ചെയ്യുക? രാവിലെ തന്നെ അപ്സരയെ എടി എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എടി, എടി, എടി എന്ന് കൂടുതൽ തവണ വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്സര പോടാ എന്ന് വിളിച്ചപ്പോൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. വീട്ടിൽ പോയി വിളിച്ചോ. നിന്റെ ഭർത്താവിനെ ഇങ്ങനെയാണോ നീ വിളിക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഈ റോക്കിക്ക് വല്ല ഗാട്ടാ ഗുസ്തിക്ക് എങ്ങാനും പോയാ പോരെ? എന്തിന് ബിഗ് ബോസിൽ വന്നു ഇത്തരം ഷോ കാണിക്കുന്നു? സിജോയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കി. ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞ് കുറച്ച് പ്രേക്ഷകരെയും കയ്യിലെടുത്തു. പരാതി ഇല്ലെന്ന് പറഞ്ഞ് വീണ്ടും നന്മമരമായി. ഒരു ഗെയിമറിന് വേണ്ട ക്വാളിറ്റി ഇതാണ്. ഇപ്പൊ റോക്കി കൊടുത്ത അതേ നാണയത്തിൽ സിജോയും മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോയും ബിഗ് ബോസിന് പുറത്താണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യന്റ് ഗെയിമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എനിക്കിതിൽ രസകരമായി തോന്നുന്നത് പുല്ലി പോലെ വന്നവൻ എല്ലി പോലെ പോയി. അതായത് ഈ സിജോവിന്റെ കരണം നോക്കി 2 പൊട്ടിച്ചതിന് ശേഷം ഈ ഹീറോയുടെ ചില ഹീറോയിസം നമ്മൾ കാണുകയുണ്ടായി. അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഗൂസ് ബംപ്സ് വരും. അതിനുശേഷം സ്പോട്ടിൽ നമ്മുടെ ബിഗ് ബോസ് അണ്ണൻ റോക്കിയെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. കൺഫെഷൻ റൂമിൽ എത്തിയതും റോക്കി കുഞ്ഞു വാവയേക്കാൾ കഷ്ടത്തിൽ പൊട്ടിക്കരഞ്ഞു. അവൻ ഇത്രയും സമയം ബിൽഡ് ചെയ്ത് വെച്ച ഈ ഹീറോയിസം മൊത്തം ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി.